ഹലോ ഗൈസ്, അപ്പം എന്നാൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ 2ാം ക്ലാസ്സിൽ തോറ്റില്ല, പിന്നെ 3ാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ നിന്ന് എനിക്കുണ്ടായ ഒരു വേദനാജനകമായിട്ടുള്ള അനുഭവം എന്താണെന്നല്ലേ. 3ാം ക്ലാസ്സിൽ ഞാൻ ഒരു ദിവസം ഉച്ചക്ക് ലഞ്ച് ബ്രേക്കിന് കിട്ടിയ സമയം. അപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കൊത്തക്കല്ലാടില്ല, അങ്ങനെ കുറേ കല്ലുകൾ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ ഇങ്ങനെ ഇതായിട്ട്. അപ്പോൾ ഞാൻ ഇതൊരു കല്ലെടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എറിഞ്ഞു. പെട്ടെന്ന് ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു. അവള് ഓടിക്കേറുകയാണ്. പക്ഷെ ഞാൻ ഈ എറിഞ്ഞ ശക്തിയിലും ഓടിക്കേറലും ആളെ നെറ്റിട്ട് ടക്കേന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ട് അവള് മുഖം പൊത്തിയിട്ട് പോയി ഡെസ്കിൽ പോയി നിന്നിട്ട് കരയാ. ഞാൻ വിചാരിച്ചു എന്താ പറ്റിയെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ പെൺകുട്ടികളെല്ലാരും കൂടെ അവളെ ചുറ്റും കൂടിയിരിക്കുക. അവള് ഭയങ്കര നിലവിളി. നോക്കുമ്പോൾ ഞാനാകെ പേടിച്ചിരിക്കുക. എന്താ ഈ അവളെ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലെ പെൺകുട്ടികളൊക്കെ എൻ്റെ നേരെ വന്നു. അപ്പൊ ഞാനും കരയാൻ തുടങ്ങി, എന്നാലെങ്കിലും അവളുടെ കരച്ചിൽ മാറുമെന്ന് കരുതിയിട്ട്. ഇല്ല, അവള് പിന്നെയും കരയാൻ തുടങ്ങി. എന്നിട്ട് ആരോ പ്രിൻസിപ്പളിനെ എന്നിട്ട് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു, ഹെഡ് മാസ്റ്റർക്ക്. അപ്പോൾ ഹെഡ് മാസ്റ്റർ ഞങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ശരി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അവള് ഇങ്ങനെ കമന്ന് കിടന്ന് അവളിങ്ങനെ എണീറ്റ് നോക്കുമ്പോണ്ട് ഞാൻ എറിഞ്ഞ കല്ലിൻ്റെ അതേ വലുപ്പത്തിലുള്ള ഒരു മുഴ അവിടെ. ഞാനാകാൻ ഇപ്പം എന്താ ചെയ്യുക? ഒന്നും ചെയ്യാല്ല, നേരെ പോവുക ഓഫീസ് റൂമിലേക്ക്. ഞാൻ അവിടെ ചെന്നപ്പോഴും ഓഫീസ് റൂമിൽ മാഷ് വടിയും പിടിച്ച് നിൽക്കുക. അവളെ എന്നെയും കണ്ടപ്പോൾ എന്താ അത്, നീ അറിഞ്ഞ കല്ല് അവളുടെ കണ്ണിലെങ്ങാനോ കൊണ്ടിരിക്കുന്നെങ്കിൽ എന്താ ചെയ്യാ ചോദിച്ചിനോട്. ശരിയാണ്, എന്താ ചെയ്യാ? ഞാൻ ചിലപ്പോൾ ഇരുന്ന് കരയും, വേറൊന്നും ചെയ്യാലല്ലോ, അബദ്ധത്തിൽ സംഭവിച്ചല്ലേ, എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. അപ്പം അങ്ങനെ മാഷ് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. രണ്ടടിയും തന്നിട്ട് പോന്നു. അവള് എനിക്ക് അടി കിട്ടിയപ്പോൾ പിന്നെ അവൾക്ക് കുറച്ച് സമാധാനമായി. അവള് പിന്നെ ചിരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഇങ്ങനെ പോന്നു. അപ്പൊ അന്ന് പിന്നെ വേറെ വിഷയമൊന്നുമില്ല, അങ്ങനെ പോയി. അതിൽ വലിയൊരു പാഠം ഞാൻ പഠിച്ചു. നമ്മളെ വെറുതെ അലക്ഷ്യമായിട്ട് നമ്മളൊന്നും അറിയാൻ പാടില്ല. അത് നമ്മളെ വാക്കുകളാണെങ്കിൽ പോലും അത് നമ്മളെ ചിലപ്പം വേറെ വല്ല കുഴപ്പത്തിൽ കൊണ്ടുവന്നാക്കും. അങ്ങനെ അന്ന് ഞാൻ ഒരു പാഠം പഠിച്ചു. എന്നിട്ടിപ്പോൾ അങ്ങനെ പാഠം പഠിച്ചു. പിന്നെയും ഞാൻ നന്നായിട്ടൊന്നുമില്ല, പിന്നെയും അങ്ങനെയൊക്കെ തന്നെ. പിന്നെയും കുറേ അടികൾ കിട്ടി. അങ്ങനെ ഓരോ എപ്പിസോഡായിട്ട് ഞങ്ങൾ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ.